പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസായ PMOയിൽ ഉന്നതതലത്തിലെ ശക്തമായ അഴിച്ചുപണി നടന്നതായി ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. IAS-കാരും PhD-കാരും ടെലിപ്രോംപ്റ്ററും എല്ലാം ചേർന്ന് ചലിപ്പിക്കുന്ന തടിയും മിടുക്കുമുള്ള ഒരു റോബോട്ടാണ് നമ്മുടെ നരേന്ദ്രമോദിജി എന്ന് പരക്കെയൊരു ആക്ഷേപം പ്രധാനമന്ത്രിക്കെതിരെ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മോദിജിയുടെ വിശ്വഗുരു എന്ന പ്രതിച്ഛായ രൂപപ്പെടുത്തുകയും അതിന് വേണ്ടത്ര പ്രചാരം കൊടുക്കുകയും പ്രധാനമന്ത്രിയെ ഒരു പരമാത്മാവായി ചിത്രീകരിക്കുകയും ചെയ്ത ഡോക്ടർ ഹിരൺ ജോഷി എന്ന PMOയിലെ പ്രധാന വാർത്താവിനിമയ ചുമതലക്കാരൻ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്തായിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലെ ചൂടേറിയ ചർച്ചകൾ. മോദിയുടെ കണ്ണും കാതുമായി വർത്തിക്കുകയും മോദിജിയുടെ തലച്ചോറ് എന്നറിയപ്പെടുകയും ചെയ്തിരുന്ന ഡോക്ടർ ഹിരൺ ജോഷിയുടെ ഈ അവിചാരിതമായിട്ടുള്ള സ്ഥാനചലനത്തിന് പിന്നിലെ ദുരൂഹതകളും അതിന്റെ കാരണങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ വിശദമായി പരിശോധിക്കുന്നത്. ആദ്യം ഡോക്ടർ ഹിരൺ ജോഷി ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ നേതാവ് മോദി സർക്കാരിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ 5ാമത്തെ ഗുജറാത്തി കച്ചവടക്കാരനായിട്ടാണ് പലപ്പോഴും പ്രവർത്തിച്ചത്. PMOയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെയും IT വിഭാഗത്തിന്റെയും തലവനായിരുന്ന ഇദ്ദേഹം ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയിരുന്നു. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ PhD നേടിയ വളരെ തന്ത്രശാലിയായ ഡോക്ടർ ജോഷിയാണ് ഗോദി മീഡിയ, IT സെൽ, ട്രോൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. ഗുജറാത്ത് കലാപത്തിന്റെ കരുനിഴലിൽപ്പെട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വിലക്ക് പോലും കൽപ്പിച്ചിരുന്ന നരേന്ദ്രമോദിജിയെ അതേ ഗുജറാത്തിന്റെ പേരിൽ വികസന നായകനായും അഴിമതിയോട് അലർജിയുള്ളവനായും ശക്തനായ ഭരണാധികാരിയുമായും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പൊലിപ്പിച്ച് കാണിച്ച് ജനങ്ങളെ സ്വാധീനിച്ചതിന് പിന്നിൽ ഇതേ ഹിരൺ ജോഷിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. മോദി സർക്കാരിനെതിരെ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും എല്ലാം വരുമ്പോൾ, സർക്കാർ പ്രതിക്കൂട്ടിലാകുമ്പോൾ കൃത്യമായിട്ട് ഹിന്ദു ഖത്തരെ മേം ഹെ, ജിഹാദികൾ ഹിന്ദുക്കളെ വിഴുങ്ങാൻ പോകുന്നു തുടങ്ങിയ വികാരപരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന മോദി ഭരണകൂടത്തിന്റെ വീഴ്ചകളെ മറച്ചുപിടിക്കുക എന്നുള്ളതായിരുന്നു ഡോക്ടർ ഹിരൺ ജോഷിയുടെ പ്രധാന അജണ്ട. ദിവസവും വൈകുന്നേരം ഗോദി മീഡിയ എന്ത് വിഷയം ചർച്ച ചെയ്യണം, എന്തെല്ലാം തമസ്കരിക്കണം, പ്രതിപക്ഷത്തിനെതിരെ എന്തെല്ലാം നുണകൾ പ്രചരിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വർഷങ്ങളായി തീരുമാനിച്ചു പോരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഇക്കോസിസ്റ്റത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായി ഹിരൺ ജോഷി പ്രവർത്തിച്ചു. അങ്ങനെയുള്ള പ്രഭാവശാലിയായ ഡോക്ടർ ജോഷിയുടെ പെട്ടെന്നുള്ള ഈ പുറത്താക്കലിന് പിന്നിൽ ഒന്നിലധികം കാരണങ്ങൾ ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം സ്വയം രാജിവെച്ച് പോയതല്ല, മറിച്ച് ആഭ്യന്തര ശുദ്ധീകരണത്തിലൂടെ പുറത്താക്കപ്പെടുകയായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ സ്ഥാനചലനത്തിന് പിന്നിലെ കാരണങ്ങൾ പല ഭാഷ്യങ്ങളായിട്ടാണ് പുറത്തുവരുന്നത്. ഒന്നാമത്തെ കാരണം അദ്ദേഹത്തിന്റെ അമിതമായ രാഷ്ട്രീയ ഇടപെടലായിരുന്നു. PMOയുടെ നടത്തിപ്പുകാരനായി കുറെ കാലം കഴിഞ്ഞപ്പോൾ സ്വന്തമായി രാഷ്ട്രീയത്തിൽ സജീവമാകാനായി ഹിരൺ ജോഷി ശ്രമിച്ചുവെന്നാണ് ഒരു ആരോപണം. BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇടപെട്ടു തുടങ്ങിയതോടെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഉന്നത നേതൃത്വം തീരുമാനിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രോ വൈസ് ചാൻസലറും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ അടുപ്പക്കാരിയുമായ ഹിമാനി സൂദിനെ ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയത്തിൽ ഇറക്കാനും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുമുള്ള ഹിരൺ ജോഷിയുടെ ശ്രമങ്ങൾ മോദിക്കും അമിത്ഷായ്ക്കും ഒട്ടും പിടിച്ചില്ല. ഈ നീക്കങ്ങൾ BJP അധ്യക്ഷൻ JP നദ്ദ വഴി അമിത്ഷാ അറിയുകയും അദ്ദേഹം ഉടൻ തന്നെ മോദിയെ അറിയിക്കുകയും ചെയ്തതോടെയാണ് ജോഷിയുടെ നീക്കങ്ങൾക്ക് തടയിട്ടതെന്നാണ് ഒരു റിപ്പോർട്ട്. ഇനി രണ്ടാമത്തെ കാരണം ജോഷിയുടെ പരിധി വിട്ട അധികാരമോഹമാണ്. പ്രധാനമന്ത്രിയുടെ കണ്ണുകളും കാതുകളും തലച്ചോറും കൈയും കാലും എല്ലാം താനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ PMOയുടെ സർവാധികാരിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഭരണത്തിന്റെ അവസാന വാക്കായ പ്രധാനമന്ത്രിയെ മറികടന്ന് താനാണ് രാജാവ് എന്ന് അദ്ദേഹം കരുതിയതാണ് അദ്ദേഹത്തിന് വിനയായതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ഏറ്റവും ഗുരുതരമായ മൂന്നാമത്തെ ആരോപണം അഴിമതിയും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ചതാണ്. അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ മുന്നിലെത്തിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ ഡോക്ടർ ജോഷിയുടെ പേര് ആവർത്തിച്ചു വന്നതാണ് ഇത്തരമൊരു കടുത്ത നടപടിയെടുക്കാൻ പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ചതെന്നാണ് ശക്തമായ സൂചന. ദുബായിലെ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ബെറ്റിംഗ് ആരോപണങ്ങളാണ് ഇതിൽ പ്രധാനം. കൂടാതെ പഞ്ചാബിലെ ബിസിനസ്സുകാരനായ സത്യനാം സിംഗ് സന്ധുവിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് 30 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും ജോഷിക്കെതിരെ നിലവിലുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ അടുത്ത് പുറത്തു വന്ന എക്സ്റ്റേഞ്ച് ഫയൽസിൽ നരേന്ദ്രമോദിയുടെ പേര് വന്നതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളിൽ ജോഷിയുടെ പങ്ക് സംശയിക്കപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മോദിയുടെയും മറ്റ് പ്രമുഖ വ്യക്തികളുടെയും പേര് വന്ന ഈ വിഷയത്തിൽ PMOയിലെ രഹസ്യ നീക്കങ്ങളുടെ കേന്ദ്രബിന്ദു ജോഷിയായിരുന്നുവെന്നും ആരോപണമുയർന്നു. ചുരുക്കത്തിൽ ഈ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്ന ഒരു സ്നോബോൾ എഫക്ട് ആയിരിക്കാം ജോഷിയുടെ പുറത്താക്കലിന് കാരണമായത്. പ്രധാനമന്ത്രിയുടെ സ്വന്തം പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുമെന്നായപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ നരേന്ദ്രമോദി നിർബന്ധിതനായി. എന്നാൽ ഈ സ്ഥാനചലനത്തിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടയിൽ ഹിരൺ ജോഷി PMOയിലെ തന്റെ പ്രധാന വാർത്താവിനിമയ ചുമതലയിലേക്ക് തിരികെ പ്രവേശിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് അദ്ദേഹം പുറത്തായെന്ന വാർത്തകൾ പരക്കുമ്പോഴും ഔദ്യോഗികമായി താൽക്കാലികമായി നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും തന്റെ സ്ഥാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നു.
ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും ഈ ആഭ്യന്തര ചലനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനുള്ളിലെ അധികാര സമവാക്യങ്ങളിൽ വലിയ കളികൾ നടക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്.